ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. വോക്ക് അഗെയിൻ പദ്ധതിയുടെ ഭാഗമായി റോട്ടറി ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ 500ഓളം കൃത്രിമകാൽ നൽകുന്നതിന്റെ ഭാഗമായി ഒറ്റപ്പാലത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം പാലക്കാട് MP VK ശ്രീകണ്ഠൻ നിർവഹിച്ചു. ഒറ്റപ്പാലം റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ കൃത്രിമകാൽ നൽകുന്ന ക്യാമ്പ് പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ആശ്വാസം പകരുന്ന ഒരു പദ്ധതിയാണ് റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിലൂടെ നടത്തുന്നത്. റോട്ടറി ക്ലബ്ബ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു, മറ്റുള്ളവർക്ക് വേണ്ടി സർവീസ് ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടനകളിൽ ഒരു സംഘടനയാണ്. വളരെ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, നാടിൻ്റെ പുരോഗതിയിലും വികസനത്തിലും ജനങ്ങളുടെ ക്ഷേമത്തിലും പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിലും വളരെ മികച്ച സംഭാവന നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്ന ക്ലബ്ബാണ് റോട്ടറി ക്ലബ്ബ്. അതുകൊണ്ട് തന്നെ റോട്ടറി ക്ലബിൻ്റെ മിക്കവാറും എല്ലാ പരിപാടിയിലും ക്ഷണിക്കുമ്പോൾ തന്നെ ഞാൻ പങ്കെടുക്കാറുണ്ട്. കാരണം അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ, സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അത് അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ട പിന്തുണ നൽകുകയും ചെയ്യുന്നത് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വമാണ്. മറ്റേത് പരിപാടികളെക്കാളും നല്ലത് റോട്ടറി ക്ലബിൻ്റെ ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കെടുക്കലാണ്. വോക്ക് അഗെയിൻ പദ്ധതിയുടെ ഭാഗമായി റോട്ടറി ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ 500ഓളം കൃത്രിമകാൽ നൽകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ക്യാമ്പിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള 127ഓളം പേർ പങ്കെടുത്തു. തൃശൂർ റോട്ടറി ക്ലബ്ബ്, UK-യിലെ റോട്ടറി ക്ലബ്ബ് ഓഫ് ദി സിറ്റി ഓഫ് വോൾവർഹോംപ്ടൺ എന്നിവയുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തുന്നത്. റോട്ടേറിയൻ P. ശിവദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദയ ഹോസ്പിറ്റലിലെ സീനിയർ ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ ബാലഗോപാൽ ക്ലാസ് എടുത്തു. അസിസ്റ്റന്റ് ഗവർണർ റോട്ടേറിയൻ ഹരീന്ദ്രനാഥ് സ്വാഗതം പറഞ്ഞു. തൃശൂർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ MP രാജൻ പദ്ധതി വിശദീകരണം നടത്തി. റോട്ടേറിയൻ മധുസൂദനൻ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. ഒറ്റപ്പാലം റോട്ടറി ക്ലബ്ബ് അംഗങ്ങളായ കേശവദാസ്, സതീഷ്, കേണൽ ഗംഗാധരൻ, വിജയകുമാർ, ജോയ്സൺ തോമസ്, അഡ്വക്കേറ്റ് പ്രദീപ്, സന്ദീപ്, MGK മേനോൻ, സുജേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.